Hi dear students, welcome to my classroom. Today we are going to discuss about modern recruitment methods. It includes campus recruitment, walk-in, consulting, body shopping. First one, campus recruitment. In this, candidates are directly recruited by the company from colleges or educational institutions. They recruited fresh young graduates of different disciplines. These young graduates are given orientation training before placement. ഇവിടെ ക്യാമ്പസിൽ നേരിട്ട് റെപ്യൂട്ടഡ് ആയിട്ടുള്ള കമ്പനീസ് വന്ന് സ്റ്റുഡൻസിൽ പ്ലേസ്മെൻറ്റ് കൊടുക്കുന്ന ഒരു പ്രോസസ്സാണ്. ഇവിടെ സ്റ്റുഡൻസിനെ സെലക്ട് ചെയ്ത സ്റ്റുഡൻസിന് ഓറിയൻറ്റേഷൻ ട്രെയിനിങ് പ്രോഗ്രാംസും കൂടെ കമ്പനീസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. നേരിട്ട് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ വന്ന് കണ്ട് അവിടെ നിന്ന് റിക്രൂട്ട് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റ്. നെക്സ്റ്റ് വൺ, വാക്കിംഗ്. The busy organizations and rapidly changing companies do not find the time to perform various functions of recruitment. Therefore, they advise potential candidates to attend for an interview directly and without prior application on the specified date, time and at a specified place. That is, walking എന്ന് പറയുന്ന സമയത്ത് ഇവിടെ ബിസി ആയിട്ടുള്ള റാപ്പിഡ്ലി ചേഞ്ചിങ് കമ്പനീസ് അവർക്ക് ഒരുപാട് ടൈം റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സിന് സ്പെൻഡ് ചെയ്യാനായിട്ട് ഉണ്ടാവില്ല. സോ അവരേതെങ്കിലും ഒരു ന്യൂസ് പേപ്പറിലോ ന്യൂസ് പേപ്പറിൽ വാക്കിൻ കാണാറുണ്ട്, വാക്കിൻ ഇൻ്റർവ്യൂ കാണാറുണ്ട്. അവിടെ കാൻഡിഡേറ്റിനെ ഡയറക്റ്റ് ഇൻ്റർവ്യൂവിന് ഇൻവൈറ്റ് ചെയ്യാണ്. പ്രയർ ആപ്ലിക്കേഷൻസ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, മുൻകൂട്ടി അപ്ലൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. വാക്കിൻ ഇൻ്റർവ്യൂ ഏത് പ്ലേസിലാണോ കണ്ടക്ട് ചെയ്യുന്നത്, ഏത് ടൈമിനാണോ, ഏത് വെന്യൂവിൽ വെച്ചിട്ടാണെന്നുള്ളത് വാക്കിങ്ങിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ന്യൂസ് പേപ്പറിലൊക്കെ നമ്മൾ കാണാറുണ്ട് വാക്കിൻ ഇൻ്റർവ്യൂ അറ്റ് കോഴിക്കോട് ഓർ അറ്റ് എറണാകുളം. അതിനകത്ത് ടൈം കൊടുത്തിട്ടുണ്ടാകും, ഏത് ഡേറ്റിനാണെന്ന് കൊടുത്തിട്ടുണ്ടാകും, ഏത് വെന്യൂവിൽ വെച്ചിട്ടാണ് ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യണമെന്ന് കൊടുത്തിട്ടുണ്ടാകും. അന്നേ ദിവസം ക്വാളിഫൈഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ് അവരുടെ റെക്കോർഡ്സ് എല്ലാം വെച്ച് ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് അത് ഇന്ത്യയിലോ ഔട്ട്സൈഡ് ഇന്ത്യയിലോ ജോബ് ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ ആ ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്ത് അതിലൂടെ റിക്രൂട്ട്മെൻറ്റ് നടത്തുന്ന പ്രോസസ്സാണ് വാക്കിംഗ്. നെക്സ്റ്റ്, കൺസൾട്ട് ഇൻ. Busy and dynamic companies encourage the potential job seekers to approach them personally and consult them regarding the job. The company select a suitable candidate and advise the company regarding filling of the positions. അതായത് ബിസി ആയിട്ടുള്ള ഡൈനാമിക് ആയിട്ടുള്ള കമ്പനീസ് പൊട്ടൻഷ്യൽ ജോബ് സീക്കേഴ്സിനെ എൻകറേജ് ചെയ്യാണ് പേഴ്സണലി അവരെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് കമ്പനി ജോബിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് അവർക്ക് പ്രൊവൈഡ് ചെയ്യും. കാൻഡിഡേറ്റിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റിനെ കമ്പനീസ് സെലക്ട് ചെയ്യുകയും ചെയ്യും. കമ്പനീസിൻ്റെ പൊസിഷനെ കുറിച്ചും ജോബിനെ കുറിച്ചും ഡയറക്റ്റ്ലി അവർക്ക് അഡ്വൈസ് കൊടുക്കുകയും ചെയ്യും. ഇതാണ് കൺസൾട്ട് ഇൻ. നെക്സ്റ്റ് പറയുന്നത് ബോഡി ഷോപ്പിംഗ്. പ്രൊഫഷണൽ ഓർഗനൈസേഷൻസ് ആൻഡ് ഹൈടെക് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഡെവലപ്പ് എ പൂൾ ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് ഫോർ ദി പോസിബിൾ എംപ്ലോയ്മെൻറ്റ്. The prospective employees contact this organization to recruit the candidate. Otherwise, the organization themselves approach the prospective employers to place their human resources. These professional and training institutions are called body shoppers, and these activities are known as body shopping. Known as body shopping, known as body shopping. Okay, the body shopping is mostly used for computer professionals. This is also known as employee leasing activity. Okay, അപ്പോൾ ബോഡി ഷോപ്പിംഗ് എന്ന് പറയുമ്പോൾ പ്രൊഫഷണൽ ആൻഡ് ഹൈടെക് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒരുപാട് ഗ്രൂപ്പ് ഓഫ് ഹ്യൂമൻ റിസോഴ്സിനെ ഡെവലപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഡെവലപ്പ് ചെയ്തെടുക്കുന്ന എംപ്ലോയീസിനെ മറ്റു ഓർഗനൈസേഷന് വേണ്ടി റിക്രൂട്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇവിടെ ബോഡി ഷോപ്പേഴ്സ് എന്ന് പറയുന്നത് പ്രൊഫഷണലി ഹൈടെക് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസാണ്. പ്രൊഫഷണൽ ആൻഡ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസാണ് ബോഡി ഷോപ്പേഴ്സ് എന്ന് പറയുന്നത്. അവർ ചെയ്യുന്ന ഈ പ്രോസസ്സിന് അല്ലെങ്കിൽ ഈ ആക്ടിവിറ്റീസിനെയാണ് ബോഡി ഷോപ്പിംഗ് എന്ന് വിളിക്കുന്നത്. ഈ ബോഡി ഷോപ്പിങ്ങിലൂടെ ചെയ്യുന്നത് എംപ്ലോയീസിന് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റൽ പ്രോഗ്രാംസ് കൊടുത്ത് പ്രൊഫഷണലി അവരെ ക്വാളിഫൈഡ് ആക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് വഴി ബിഗ് ഓർഗനൈസേഷന് പ്രൊഫഷണലി ക്വാളിഫൈഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും.
ഓർഗനൈസേഷൻസ് അപ്രോച്ച് ചെയ്യുന്നത് ബോഡി ഷോപ്പേഴ്സിനായിരിക്കും. ഈ ബോഡി ഷോപ്പേഴ്സിലൂടെയാണ് ക്വാളിഫൈഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ ഓർഗനൈസേഷൻസിന് അല്ലെങ്കിൽ വലിയ കമ്പനീസിന് കിട്ടുന്നത്. ഓക്കെ, അതാണ് ബോഡി ഷോപ്പിംഗ് എന്ന് പറയുന്നത്. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. താങ്ക് യു.